ഈ ലോകത്തില് നമുക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി വച്ചിരിക്കുകയാണ്. സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ എല്ലാവിധ നന്മകളും അവന് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ ദൈവം ഒരുക്കി വെച്ചിരുന്നു. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം ഇതെല്ലാം ഈ ലോകത്തിന്റെ വിദ്യാഭ്യാസമാകട്ടെ, സാമ്പത്തികമാകട്ടെ, വീടാകട്ടെ, വാഹനങ്ങളാകട്ടെ, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ഭാവി, ഇതെല്ലാം ഈ ഭൂമിയിൽ ദൈവമക്കൾക്ക് മാത്രമല്ല, ദൈവമക്കളല്ലാത്ത രക്ഷിക്കപ്പെടാത്ത ജാതികളിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പുതിയ നിയമ ദൈവ പൈതലിന് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എഫീസ് ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും, അതിനകത്ത് തിരഞ്ഞെടുപ്പ്, വീണ്ടെടുപ്പ്, ദത്തെടുപ്പ്, ഇത്യാദി കാര്യങ്ങൾ, ഇതിൽ തുടങ്ങി പല അനുഗ്രഹങ്ങളും അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥന നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എന്ത് ചെയ്യും? കൊണ്ടെത്തിക്കുന്ന ഒന്നാണ്. ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒന്നാണ് പ്രാർത്ഥന. സ്തോത്രം. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കുവാൻ കഴിയുന്ന ഒന്നാണ് പ്രാർത്ഥന. അല്ലെ? ദൈവവചനം പഠിക്കുമ്പോൾ അന്യായ ചങ്ങലകൾ, അതായത് ഇരുമ്പ് ചങ്ങലകളെ അഴിക്കുവാൻ കഴിയും പ്രാർത്ഥനയ്ക്ക്. അതിനുള്ള ശക്തിയുണ്ട്. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ, ഒരു മനുഷ്യൻ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ അവൻ പ്രാർത്ഥന വീരനല്ല, അവൻ പ്രാർത്ഥന ജീവിതമുള്ളവനായി മാറുകയാണ്. സ്തോത്രം. ദൈവവചനത്തിൽ അനേകർ പ്രാർത്ഥനയുടെ ജീവിതം നയിച്ച അനേക ഭക്തന്മാരെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയില് ഒരു കാര്യം സങ്കടത്തോടെ ചിന്തിക്കുവാനും പറയുവാനും കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് പ്രാർത്ഥിക്കുന്നവരെക്കാളും പ്രാർത്ഥിപ്പിക്കുന്നവരുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. കാരണം മനുഷ്യനെല്ലാം തിരക്കേറിയ ജീവിതത്തിന് നടുവിലാണ്. സ്തോത്രം. എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ദൈവം കൊടുത്തപ്പോൾ, എല്ലാം വേഗത്തിൽ കിട്ടിയപ്പോൾ, എല്ലാം പെട്ടെന്ന് കിട്ടിയപ്പോൾ, ഇന്നത്തെ തലമുറ, ഇന്നത്തെ ആത്മീക ലോകം ആത്മീകത്തിൽ നിന്നും ഒരുപാട് അകന്നുപോയി എന്നുള്ളത് പറയാതിരിക്കുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. അതിന്റെ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, എല്ലാം വേഗത്തിൽ കിട്ടി. ഒരു കാലയളവില് ഒരു പുരുഷായുസ് മുഴുവനും ആഗ്രഹിച്ചാൽ പോലും ചെയ്തു തീർക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അവരുടേതായ ബാല്യകാലം കഴിഞ്ഞ യൗവന കാലത്തിലേക്ക് അവര് എത്തുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം അവരുടെ കരങ്ങളിൽ എത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തെ വേണ്ട, ആത്മീക ആരാധനകൾ വേണ്ട, പ്രാർത്ഥനകൾ വേണ്ട, ദൈവസഭയിൽ പോകുവാൻ താല്പര്യമില്ല, ആത്മീക കൂട്ടായ്മകളെ കേൾക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് വളരെയേറെ ഭാരപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കുന്നവന് ചില മാറ്റങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരെല്ലാം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവോ, ആരെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലം അടക്കുന്നുവോ, ആരെല്ലാം കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നുവോ, അവർക്ക് വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഞാൻ വായിച്ച തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ഓർപ്പിക്കട്ടെ. ഇവിടെ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുവാൻ യേശു 3 പേരെ കൂടെ കൊണ്ടുപോയി. സ്തോത്രം. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടാണ് യേശു എന്ത് ചെയ്തത്? പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയത്. എന്നാൽ കൂടെ പ്രാർത്ഥിക്കുവാൻ വന്നവർ അവര് വളരെ നന്നായി എന്ത് ചെയ്യുകയാണ്? അവര് ഉറങ്ങി എന്നാണ് നമുക്ക് അതിന്റെ 33-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ, അവർ അവനെ വിട്ടു പിരിയുമ്പോൾ പത്രോസ്, അതിന്റെ 32-ാം വാക്യത്തിൽ പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. സ്തോത്രം. അപ്പൊ ഇവര്
ആമേൻ പ്രാർത്ഥിക്കുവാനായിട്ടാണ് യേശു കൊണ്ടുപോയത്. ആമേൻ യേശു ഇവരെയും കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കടന്നുപോയപ്പോൾ ഇവരെന്ത് ചെയ്തു? 3 പേരും സുഖമായിട്ട് എന്ത് ചെയ്തു? ഉറങ്ങുന്ന ഒരു കാഴ്ചയാണ് പിന്നത്തേതില് യേശുവിന് കാണുവാനായിട്ട് കഴിഞ്ഞത്. സ്തോത്രം. ആമേൻ. എന്താ അതിന്റെ കാരണം? ആമേൻ അവർക്ക് വളരെ ഭാരം, ഉറക്ക ക്ഷീണം, ആമേൻ ശാരീരികമായ ക്ഷീണങ്ങൾ, അസ്വസ്ഥതകളൊക്കെ അവിടെ ആമേൻ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അവരെന്ത് ചെയ്തു? മാറ്റി നിർത്തി. ആമേൻ ഇന്നും നന്നായിട്ട് പ്രാർത്ഥനകൾക്ക് വന്നിരുന്നു, നന്നായിട്ട് ഉറങ്ങി ആമേൻ വല്ല ദർശനമൊക്കെ കണ്ടുപോകുന്ന ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. അടങ്കലെടുത്തിരുന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. പലരും ഉറങ്ങുമ്പോൾ ഞാൻ ശുശ്രൂഷിക്കാനായി പോകുന്ന ഇടങ്ങളിലൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉറങ്ങിക്കോ, പക്ഷെ എന്ത് ചെയ്യരുത്? കൂർക്കം വലിക്കരുത്. കാരണം പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർക്ക് അതൊരു അസ്വസ്ഥതയുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ സുന്ദരമായി ഉറങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഇവർക്ക് വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആമേൻ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കം നഷ്ടപ്പെട്ടവരാണ്. വീട്ടിൽ പോയാൽ ഉറക്കമില്ല, സമാധാനമില്ല, സന്തോഷമില്ല, വളരെ അസ്വസ്ഥതകൾ, ഭാരങ്ങൾ അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ ഉറക്കമില്ലാത്തവർ. ഇന്ന് രാത്രിയിൽ ഞാൻ ഇതിനോട് ചേർന്നൊരു സന്ദേശം നിങ്ങളോട് പറയാം. ആമേൻ ആരെങ്കിലും ഇന്ന് രാത്രി ഉറക്കമില്ലാത്തവര്, ഉറങ്ങാൻ കഴിയാത്തവര്, ആമേൻ എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് ഉറക്കം വരുന്നില്ല, ഗുളിക കഴിച്ചു നോക്കി എന്നിട്ടും ഉറക്കം വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ ഈ വചനം കേൾക്കുന്നവരിലോ ആമേൻ നിങ്ങളുടെ അറിവിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അവർക്ക് ഉറങ്ങാൻ പറ്റുന്ന നല്ലൊരു വേദിയുണ്ട്. എവിടെയെന്ന് ചോദിച്ചാൽ അവരെ ആമേൻ നമ്മൾ ശുശ്രൂഷിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന സഭയ്ക്കകത്ത് അവരെ കൊണ്ട് 1 മണിക്കൂർ ഇരുത്തിയാൽ അവർ സുന്ദരമായിട്ടിരുന്ന് ഉറങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഇനി മറ്റൊരു പ്രത്യേകത കൂടെ ഞങ്ങൾക്കുണ്ട്. ആമേൻ എല്ലാവരും ഉറക്കുക മാത്രമല്ല, ആമേൻ ഇനി ഉറങ്ങുന്നവനെ ഉണർത്തുന്ന ആമേൻ ഒരു ശുശ്രൂഷ കൂടെ ആമേൻ ഞങ്ങളിലൂടെ ആമേൻ കർത്താവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറക്കമില്ലാത്തവരോ ആമേൻ അമിത ഉറക്കം ഉള്ളവരോ ആര് വന്നാലും ആമേൻ ഞങ്ങൾ ആമേൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ നിങ്ങളെ ആ ബാധ വിട്ട് നിങ്ങൾ ആമേൻ സ്വസ്ഥമാകുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ ഞാൻ ഈ ഭാഗത്തേക്ക് നിങ്ങളെ ആമേ കൂട്ടിക്കൊണ്ടു പോകുവാൻ താല്പര്യപ്പെടുകയാണ്. നോക്കുക, ഇവിടെ ഒന്നാമതായിട്ട് യേശു പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ഇന്നലെ രാത്രി ഞാൻ ആരംഭമായി പറയുന്ന ദൂത് ഇങ്ങനെയാണ്. ആമേ സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന് ചില കയറിപ്പോക്കുകൾ ദൈവം ഒരുക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ. എന്നും താഴ്ചയിലല്ല. ആമേൻ എന്നും ആമേ സ്തോത്രം പരാജയപ്പെട്ടവനായി, മറ്റുള്ളവരുടെ മുൻപിൽ ആമേ സ്തോത്രം വിലയില്ലാത്തവനായി, പേരില്ലാത്തവനായി, നിലയില്ലാത്തവനായി, തരം താഴ്ത്തപ്പെട്ട അവസ്ഥകളിൽ തുടരുവാനല്ല. ആമേൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം. ആമേൻ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ ആമേ ഏതൊക്കെയോ താഴ്ചകളിൽ നിന്ന് ആമേ സർവശക്തനായ ദൈവം നിനക്കൊരു കയറിപ്പോക്ക് ഒരുക്കുന്നു എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കും. സ്തോത്രം. അപ്പോൾ യേശു പ്രാർത്ഥിക്കുവാനായിട്ട് ആദ്യത്തെ പടി അവിടെ നമ്മൾ വായിക്കുന്നത് എന്ത് ചെയ്തു? അവൻ ആമേൻ കയറിപ്പോയി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ആമേൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി വിശ്വാസത്തോട് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറായാൽ ആമേൻ നിന്റെ വിഷയങ്ങളുടെ നടുവിൽ നിന്ന് ആമേൻ നിനക്ക് എന്ത് ചെയ്യാം? ഒരു കയറിപ്പോക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാത്രി നിങ്ങൾ മറന്നു പോകരുത്. ആമേൻ സ്തോത്രം. നമ്മൾ യെശയ്യാവിന്റെ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, ഈ വിഷയത്തോട് ബന്ധപ്പെട്ടല്ല എങ്കിലും ഞാൻ നിങ്ങളോട് അത് ഓർപ്പിക്കട്ടെ. അവിടെ വായിക്കുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചെന്ത് ചെയ്യും? ഉയരത്തിലേക്ക് കയറും. സ്തോത്രം. അപ്പോൾ നോക്കുക, താഴ്ചയിൽ നിന്ന്, പരാജയത്തിൽ നിന്ന്, ആമേ ചില ശാപത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ആമേ രോഗത്തിൻ്റെതായ കെടുതികളിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന്, ആമേ ജീവിതത്തിന് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവനായി, ആമേ ജീവിക്കുവാൻ താല്പര്യമില്ലാത്തവനായി, മരിക്കുന്നതാണ് നല്ലത് എന്ന ചിന്തയോട് മരണം ആഗ്രഹിച്ചുകൊണ്ട് ആമേ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങൾ ആമേ ടെൻഷനായി, നിരാശയായി, പിരിമുറുക്കങ്ങൾ കൊണ്ടുവന്ന്
ആമേ നിന്റെ ജീവിതത്തെ ആമേ പിശാചും ലോകവും ഒതുക്കിക്കളയുമ്പോൾ, മാനുഷികമായ വെല്ലുവിളികൾ ഒരു ഭാഗത്ത് നിന്റെ ജീവിതത്തിന് തകർച്ചകൾ കൊണ്ടുവരുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ആമേ സ്തോത്രം, ഇന്ന് രാത്രിയിൽ നീ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ, കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് മുഴങ്കാലം മടക്കുവാൻ തയ്യാറായാൽ, രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആമേ നെഗറ്റീവ് അവസ്ഥകളിൽ നിന്ന് ആമേ സർവശക്തനായ ദൈവം ആമേ നിനക്കൊരു ഉന്നതമായ ഒരു കയറിപ്പോക്ക് ദൈവം നിന്റെ ജീവിതത്തിൽ ഒരുക്കുവാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ. ആമേ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ആമേ എത്ര ചിറകടിച്ചിട്ടും ഉയരങ്ങളിലേക്ക് കയറുവാൻ കഴിയാതെ താഴ്ചകളിലേക്ക് പരാജയങ്ങളിൽ നിന്ന് ആമേ നീ ഒരു അധമനായി മാറുമ്പോൾ, ആമേ ഇന്ന് രാത്രി നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു കർത്താവ് ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ ലോകം കണ്ടതില് ആമേ സ്തോത്രം, ഈ ലോകത്തിന്റെ മുൻപില് ആമേ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ കഴിയുന്ന ലോകരക്ഷിതാവാകുന്ന യേശു ക്രിസ്തു, ആ കർത്താവ് മാതൃക പുരുഷനാണ്. ആ കർത്താവിനെ പോലെ മറ്റൊരാള് ആമേ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. നിസ്തുല്യനായ ആ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി തലകുനിപ്പാൻ, തലവണക്കുവാൻ നമ്മൾ തയ്യാറായാൽ ആമേ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ആമേ ചെയ്യുവാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ. ആമേൻ ഇവിടെ നമ്മൾ വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവൻ ആമേൻ കയറിപ്പോകുന്നതായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. 15 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. അവിടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആമേൻ തിരുവചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേ സങ്കീർത്തനത്തിൽ 15-ന്റേതായ ആമേ സ്തോത്രം, ആമേ 15-ൽ നമ്മൾ വായിക്കുന്ന ആ ഭാഗം ഇങ്ങനെയാണ്, ആമേ സ്തോത്രം, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഉപദേശ കാര്യങ്ങളൊക്കെ അവിടെ കാണുവാനായിട്ട് കഴിയും. നിഷ്കളങ്കതയോട്, നേരോട്, നീതിയോട് നീ ദൈവത്തെ സേവിച്ചാൽ ആമേ നിനക്ക് ഒരു കയറിപ്പോക്കിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർവശക്തനായ ദൈവം ഒരുക്കുവാൻ തക്കവണ്ണമിടയാകും. ആമേൻ. മോശ ആമേൻ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ആ ഹോരേബിന്റെ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ ആമേൻ മോശ വെറും കൈയോടെ അല്ല ആമേൻ ഇറങ്ങി വന്നത്. ആമേൻ അവന് പ്രമാണം ലഭിക്കുവാൻ തക്കവണ്ണമിടയാ, ദൈവത്തിന്റെ വചനം അവന് ലഭിക്കുവാനിടയാ. ഇസ്രായേലിനോട് പറയേണ്ടത്, ഇസ്രായേലിന് കൊടുക്കേണ്ട നിയമങ്ങള്, ദൈവവചനത്തിന്റേതായ ആധികാരികതകള് ആമേ മോശയ്ക്ക് ദൈവം കൊടുത്തതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, യഥാർത്ഥത്തില് ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കുന്ന ഒരു ദൈവ പൈതലാകുന്നു എങ്കിൽ ഇന്ന് രാത്രി നിന്റെ അവസ്ഥകളിൽ നിന്ന് ആമേൻ നിനക്കൊരു കയറിപ്പോക്കുണ്ട്. ആമേൻ. ആ കയറിപ്പോക്കില് ആമേൻ കർത്താവിന്റെ പ്രമാണവുമായി ആമേൻ നിനക്ക് നിലനിൽക്കുവാൻ തക്കവണ്ണമിടയാകും. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-8 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ആമേ പ്രാർത്ഥിച്ച ഏലിയാവ് അവൻ ഹോരേബിൽ എത്തുവാൻ തക്കവണ്ണമിടയായി. മുമ്പിൽ ഒരു വെല്ലുവിളി എന്താണ്? നാളെ ഈ നേരത്ത് നിന്നെ ഞാൻ കൊല്ലും. ആമേ ശത്രുവാകുന്ന ഇസബേൽ ഏലിയാവിനെതിരെ വിരോധമായി അവനെ കൊന്നുകളയുവാൻ, അവന്റെ ശുശ്രൂഷകളെ അവസാനിപ്പിക്കുവാൻ, അവന്റെ ആത്മീക ജീവിതത്തിന് അതിരിട്ടുകൊണ്ട് വിരാമമിടുവാൻ ഇസബേൽ എന്ന ആ ദുഷ്ടസ്ത്രീ, ആ ശക്തി ഏലിയാവിനെതിരെ എഴുന്നേൽക്കുവാൻ തക്കവണ്ണമിടയാൽ ഇന്ന് രാത്രിയില് പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ, ആരാധിക്കുന്ന നിനക്കെതിരെ, ആമേ ശുശ്രൂഷയ്ക്കെതിരെ, സഭയ്ക്കെതിരെ, ആത്മീക ജീവിതത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, ആമേ നിന്റെ നന്മയ്ക്കെതിരെ, ഭാവിക്കെതിരെ, വിദ്യാഭ്യാസത്തിനെതിരെ, ഉയർച്ചകൾക്കെതിരെ ആമേ ശത്രുവാകുന്നവൻ ആമേ നിനക്കെതിരെ വെല്ലുവിളിയാൽ ആമേ ചില അധികാരങ്ങൾ പ്രയോഗിക്കുമ്പോൾ ആമേ സ്തോത്രം, ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ആമേൻ ഒരു ആമേ ചൂരച്ചെടിയുടെ തണൽ, ആ മരുഭൂമി ആമേ സ്തോത്രം നിന്റെ കണ്ണുനീരിന്റെ മരുഭൂമിയായി അവസാനിക്കുകയല്ല. ആ മരുഭൂമി നിന്റെ പരാജയമല്ല, അത് നിന്റെ ആമേ ശവപ്പറമ്പാകുവാൻ, നിന്റെ പരാജയം ആമേൻ ആമേൻ ആയിത്തീരുന്ന ഒരു മരുഭൂമിയായിട്ടല്ല. അവിടെ നിന്ന് നിനക്ക് ആമേ സർവശക്തനായ ദൈവം ആമേൻ ഒരു യാത്ര ഒരുക്കി വെച്ചിട്ടുണ്ട്. എവിടെയാ? ഒരു കയറിപ്പോക്ക്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ എന്നും ആമേ താഴ്ചയിൽ കിടക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ആമേ സ്തോത്രം, തനിക്കെതിരെ വെല്ലുവിളിച്ച ഇസബേലും അതിന് ഒത്താശ ചെയ്തതായ ആഹാബും ആമേ സ്തോത്രം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ആമേൻ അശേരയുടെയും ബാലിന്റെയും ശക്തികളും ആമേൻ അവരെല്ലാം ആമേ താഴ്ചയിലേക്ക് തകർന്നു പോയപ്പോൾ ദൈവത്തിന്റെ ദാസനാകുന്ന ഏലിയാവ് ആമേൻ അവൻ ഹോരേബിൽ എത്തുവാൻ തക്കവണ്ണമിടയാ. ആ പർവ്വതത്തിൽ അവൻ എത്തുവാൻ തക്ക
തക്കവണ്ണമടയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ദൂത് പറയാ, എന്നും ചൂരച്ചെടിയിലോ എന്നും മരുഭൂമിയിലോ വെല്ലുവിളികളുടെ നടുവിലോ അല്ല ആമേ പ്രാർത്ഥിക്കോ. ദൈവം നിനക്കൊരു കയറിപ്പോക്കൊരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേ ചൂരച്ചെടി മാറിപ്പോകും, വെല്ലുവിളികൾ മാറിപ്പോകും, ആമേ മരുഭൂമിയുടെ അവസ്ഥകൾ മാറിപ്പോകും. ഒന്ന് ആമേ ചൂരച്ചെടിയുടെ അവസ്ഥ, ആമേൻ ഒറ്റപ്പെടല്, അവിടെ സഹായിക്കുവാൻ ആരുമില്ല, താൻ ഏകനായിരിക്കുന്ന ആ ചൂരച്ചെടി. രണ്ട് ആമേ സ്തോത്രം വരൾച്ച, ആമേ നിറയപ്പെട്ട പ്രതീക്ഷകളില്ലാത്തതായ മരുഭൂമി. ആമേൻ മൂന്നാമതായി ആമേ ജീവനെതിരെ വെല്ലുവിളിക്കുന്ന ഇസബേലിന്റേതായ വ്യാപാര ശക്തികള്. ഇന്ന് രാത്രിയില് ആമേ തന്റെ ശുശ്രൂഷയ്ക്കെതിരെ, ആമേ തന്റെ ഭാവിക്കെതിരെ, ആമേ തന്റെ വിശ്വാസ ജീവിതത്തിനെതിരെ ആമേ സ്തോത്രം ആമേൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ പ്രതികൂലങ്ങള്, ഈ വെല്ലുവിളികള്, ആമേൻ അതിനെ വകവയ്ക്കാതെ ആമേൻ അവൻ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവനെ തട്ടി ഉണർത്തിയ ഒരു ദൈവകരമുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ഭാഗമാണ് ആ ഭാഗം. എന്താണെന്നറിയാവോ? ആമേ ഏലിയാവ് മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഏലിയാവിന്റെ ജീവിതം മടുത്തു, ശുശ്രൂഷ മടുത്ത്, ഇനി മുൻപോട്ട് പോകാൻ വയ്യ. സ്തോത്രം. ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നു എന്നൊരു ഭാരമാണ് അവന്റെ ജീവിതത്തില്. ഞാൻ ഒരുവൻ മാത്രമെന്ന് പലപ്പോഴും അവൻ പറയുന്നു. ആരെ സഹായിപ്പാനില്ല, കൂടെ ഇരിപ്പാൻ ആരുമില്ല. അവസാനം താൻ തീരുമാനിച്ചു, ഇസബേൽ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് ചാകണം. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ആമേൻ, അതൊരു വെല്ലുവിളിയാണ്. ഏലിയാവ് ഇസബേലിനോടുള്ള ഒരു വെല്ലുവിളിയും കൂടെയാണ്. എന്താ? എന്റെ പ്രാണന്റെ ഉടമസ്ഥൻ നീ അല്ല. ഇസബേല്, നിനക്ക് എന്നെ തൊടാൻ ഒക്കുകയില്ല. നീ എന്റെ പ്രാണനെ എടുക്കുന്നതിന് മുൻപ് ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ സ്വീകരിക്കും. അതായിരുന്നു തന്റെ ഉറപ്പും പ്രത്യാശയും. എന്നാൽ ഞാൻ പറഞ്ഞു വന്ന ഭാഗം അതല്ല. സ്തോത്രം. തന്റെ ജീവിതത്തില് എല്ലാം മടുത്തു എന്ന് തോന്നിയപ്പോൾ, എല്ലാം അവസാനിപ്പിക്കണമെന്ന് തോന്നിയപ്പോൾ, മരിക്കണമെന്ന് തോന്നിയപ്പോൾ താൻ സ്തോത്രം പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. മരിക്കാൻ പോകുമ്പോഴും ഏലിയാവ് പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് ചെയ്തെന്ന് മരിക്കുവാനായി കിടക്കുന്നത്. സ്തോത്രം. തന്റെ ഉള്ളിലെ ചിന്ത മുഴുവന് ഞാൻ കിടന്ന് കണ്ണടച്ചത് ചൂരച്ചെടിയുടെ കീഴില, അതിന്റെ തണലില. പക്ഷെ ഞാൻ കണ്ണു തുറക്കുന്നത് ഇവിടെയല്ല. ഞാൻ എന്റെ പ്രത്യാശയുടെ നാട്ടില് എന്റെ പ്രാണനെ സ്വീകരിക്കുന്ന ആ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ചേർക്കപ്പെടുമെന്നുള്ള ആ പ്രത്യാശയോടുകൂടെയാണ് താൻ എന്ത് ചെയ്യുന്നത്? താൻ അവിടെ വിശ്രമിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഞാൻ പറഞ്ഞത്, മരിക്കുവാൻ ആഗ്രഹിച്ച ഏലിയാവ് മരിക്കാൻ സമയത്ത് പോലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരിക്കുവാനായി താൻ ഒരുങ്ങുന്നത്. സ്തോത്രം. എന്നാൽ ഇന്നോ ജീവിക്കാൻ കൊതിക്കുന്ന നമുക്ക് പോലും പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്തയില്ല. സ്തോത്രം. എന്നാൽ താൻ പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തി കൊടുത്തു. സ്തോത്രം. ഏലിയാവിനെ ദൈവം കൈവിട്ടില്ല. ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് മതിയെന്ന്. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത്, അവനെ തട്ടി ഉണർത്തിയ ദൈവകരം. തട്ടി ഉണർത്തിയേച്ച് ദൈവം അവനോട് പറഞ്ഞത്, നിനക്കൊരു ദൂരയാത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇതുവരെ നീ പോകാത്തൊരു വഴിയിലൂടെ ഞാൻ നിന്നെ കൊണ്ടുപോകും. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ നിങ്ങളോട് അടിവരയിട്ട് പറയാം, നിന്റെ ജീവിതത്തിന്റെ മുൻപിലുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ചൂരച്ചെടിയാകാം, നിന്റെ ജീവിതത്തിന്റെ മുൻപിലുള്ള സാഹചര്യങ്ങൾ മരുഭൂമിയാകാം, നിന്റെ ജീവിതത്തിൻ്റെതായ പശ്ചാത്തലങ്ങൾ വെല്ലുവിളിയുടെ നടുവിലാകാം. എന്നാൽ അതിന്റെ മധ്യത്തില് മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറായാൽ, ഇതുവരെ സഞ്ചരിക്കാത്ത നിനക്കെതിരെ വെല്ലുവിളിക്കുന്നവർ പോകാത്ത വഴിയിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകും. പുതുവഴികള് ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ കാണുന്നു, പ്രൈസലോട്, ഭാരത്തോട്, വേദനയോട് ഈ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് പറയുവാൻ ഒരു ദൂതുണ്ട്. എല്ലാം അവസാനിച്ചു, ഇനി മുൻപോട്ട് പോകുവാൻ വഴികളൊന്നുമില്ല, സാധ്യതകളെല്ലാം അടയപ്പെട്ടു, എല്ലാം പ്രതികൂലമായി മാറി എന്ന് തോന്നാം. എന്നാൽ ഇന്ന് രാത്രി അതല്ല. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന മരുഭൂമിയിൽ നിന്ന് ചിലതിന് ദൈവം തുടക്കം കുറിക്കാൻ പോവുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എലിയാവിന് ഭാരമുണ്ട്, ആരുമില്ല. നിരാശ കൊണ്ടവൻ നിറഞ്ഞു. അവന്റെ മാനസിക നിലകൾ തകർന്നു പോയി. സിംഹ ഗർജനത്തോട് രാജാവിനോട് ദൂത് പറഞ്ഞവനാ, കൊട്ടാരത്തിൽ ശുശ്രൂഷ ചെയ്തവനാ, സ്തോത്രം, അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ചെയ്തവനാ. പക്ഷെ ഒരു നിമിഷത്തിലെ വെല്ലുവിളി അവന്റെ ജീവിതത്തെ ക്ഷീണിപ്പിക്കുവാൻ തക്കവണ്ണമിടയാ. ഇന്ന് രാത്രി ആകുലത വേണ്ട, ഭാരം വേണ്ട, നിരാശ വേണ്ട. നിരാശ നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. നിരാശകളെ മാറ്റി പ്രത്യാശയോടെ നിന്റെ മുൻപിൽ
ഒരു വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേ സ്തോത്രം. ഏലിയാവിന്റെ ജീവിതത്തിൽ ആമേ പുതുവഴികളെ ദൈവം തുറന്നുകൊടുത്ത് ആമേൻ ഉന്നതമായ അനുഭവത്തിലൂടെ ദൈവം അവനെ നടത്തി. അവനെത്തേണ്ട ദൈവിക പർവ്വതത്തിൽ അവനെത്തപ്പെട്ട ദൈവസന്നിധിയിൽ അവനെത്തപ്പെട്ടതുപോലെ ഇന്ന് രാത്രിയിൽ പകുതി വഴിയിൽ അസ്തമിക്കുന്ന വിശ്വാസ ജീവിതമല്ല, വിളിച്ചവൻ വിരാമമിടുവോളം ഇന്ന് രാത്രി വിശ്വസ്തയോട് ആമേ നിന്റേതായ കാഴ്ചപ്പാടുകളെ മുന്നിൽ വെച്ചുകൊണ്ട് മുൻപിലേക്ക് പോകുവാൻ നീ തയ്യാറായാൽ എവിടെയെല്ലാം നീ അസ്തമിച്ചു പോകുമെന്ന് കരുതിയോ, എവിടെയെല്ലാം തകർന്നു പോയി ആമേൻ താഴ്വരയിലേക്ക് താഴ്ചയിലേക്ക് ഞാൻ അതമ്പതിച്ചു പോയി എന്ന് ആമേൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് തോന്നിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിനെ വിളിച്ചു പറയാ, ആരും കാണാത്ത പുതുവഴികളിലൂടെ ദൈവം ഇന്ന് രാത്രി നിന്നെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ എന്താ നീ ചെയ്യേണ്ടത്? ആമേൻ ഇത് മരുഭൂമിയാണ് കർത്താവേ, ഇതൊരു ചൂരച്ചെടിയിൽ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളാണ്. ആമേൻ വെല്ലുവിളി എന്റെ മുൻപിലും പിൻപിലുമുണ്ട്. ആമേൻ എനിക്ക് ആമേൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആമേൻ നിരാശയോടുകൂടെ നീ ആയിരിക്കുന്നു എങ്കിൽ ആമേൻ നിനക്കൊന്ന് ചെയ്യുവാൻ കഴിയും. ആമേൻ നിനക്ക് മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ മടക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണോ? സ്തോത്രം. ആമേൻ. ഏലിയാവിന് ദൈവം ഒരു പുതുവഴിയെ തുറന്നു കൊടുത്തു. രണ്ടാമതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. ആമേൻ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് അവന് ആഹാരം കൊടുക്കുകയാണ്. സ്തോത്രം. ദൈവം അവനെ കൈവിട്ടില്ല. അവന്റെ വിശപ്പറിയുന്ന ദൈവം. സ്തോത്രം. ആത്മീക വിഷയം മാത്രമല്ല ദൈവം അറിയുന്നത്. നമ്മെ വിളിച്ച ദൈവം, നാം ആമെ സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം നമ്മുടെ അവസ്ഥകൾ നന്നായിട്ട് അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. തനിക്ക് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുവാനിടയായി. ഇന്ന് രാത്രിയിൽ ആമേ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിരാശയോട് ആമേ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ അകപ്പെട്ടവനായി ഒരു നേരത്തെ അന്നത്തിന് നിവർത്തിയില്ലാതെ തലമുറകളെ പഠിപ്പിക്കുവാൻ, വിദ്യാഭ്യാസം കൊടുക്കുവാൻ ആമേ നിർവാഹമില്ല. ആമേൻ. എത്ര പഠിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും എത്ര ആമേൻ ടെസ്റ്റുകൾ എഴുതിയിട്ടും ആമേൻ നിനക്കൊരു ആമേൻ ജോലി ലഭിക്കാതെ ആമേൻ കടഭാരങ്ങളും ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും ആമേൻ നിന്റെ ജീവിതത്തിൽ പേറിക്കൊണ്ട് ആമേൻ തലമുറയോർത്ത് കരയുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന ആമേൻ ആരെങ്കിലും ഇന്ന് രാത്രി ദൈവവചനം കേൾക്കപ്പെടുന്നു എങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവ് നിങ്ങളോട് വിളിച്ചു പറയാ, മാനുഷികമായ കരുതലുകൾ നിന്നു പോകുമ്പോൾ ആമേൻ ദൈവത്തിന്റെ കരുതൽ നിന്നു പോകുകയില്ല. ആമേൻ. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എവിടെയെല്ലാം നീ പരാജയപ്പെട്ടുവോ, എവിടെയെല്ലാം നീ തകർക്കപ്പെട്ടുവോ, ആമേൻ ആരെല്ലാം നിന്നെ ആമേൻ അവഗണിച്ചുവോ, അതിന്റെ മധ്യത്തിൽ ദൈവം ആമേൻ നമുക്ക് വേണ്ടി ഉന്നതമായി കരുതുന്ന ദൈവമാണ്. സ്തോത്രം. ഏലിയാവിന്റെ ജീവിതത്തിൽ ആമേൻ ദൈവത്തിന്റെ കരുതൽ അവൻ അനുഭവിക്കുകയാണ്. സ്തോത്രം. ആമേൻ 3 നിലകളില് ദൈവിക കരുതല് ഏലിയാവിന്റെ ജീവിതത്തിൽ ലഭിച്ചു. നമുക്കറിയാം. ആമേൻ. ആദ്യം കൊട്ടാരത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഏലിയാവിനെ ദൈവം ഇവിടെ കരീത്ത് തോട്ടിന്റെ കരയിലേക്ക് പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. കരീത്ത് തോട്ടിന്റെ കരയിൽ പോകുമ്പോൾ ആമേൻ സ്തോത്രം അവിടെ ആമേൻ ദൈവം പറഞ്ഞു, കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ഭക്ഷണം കൊണ്ട് തരുവാൻ. ഒന്നാമത്തെ കരുതല് ആമേൻ ഈ ലോകത്തിന്റെ കരുതലായിരുന്നു. സ്തോത്രം. ഈ ഭൂമിയിലുള്ള ആമേൻ നന്മ ദൈവം അവന് കൊടുത്തു. അത് കഴിയുമ്പോൾ ആമേൻ സ്തോത്രം അതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ആമേൻ കെരീത്ത് മാറ്റി കാക്കയുടെ വരവ് തിന്നു. ആമേൻ ലോകത്തിന്റെ നന്മ തീർന്നു പോകുന്നത്, ലോകത്തിന്റെ കെരീത്തുകളെല്ലാം വറ്റിപ്പോകും. ആമേൻ കാക്കയുടെ വരവുകളെല്ലാം നിന്നുപോകും. ആമേൻ ലോകം നിനക്ക് തരുന്നതെല്ലാം താൽക്കാലികമായിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം ഉറവ വറ്റിയെങ്കിലും അരുളപ്പാട് വറ്റിയില്ല. ദൈവം ഏലിയാവിന് അരുളപ്പാട് കൊടുത്തു. എന്താ അരുളപ്പാട്? നീ എഴുന്നേറ്റ് സാരഫാത്തിലേക്ക് പോവുക, അവിടെ ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ അത് കാണിക്കുന്നത്? രണ്ടാമതായി ഏലിയാവിന് ദൈവം മാനുഷികമായ നന്മ കൊടുത്തു. മാനുഷികമായ കരുതലുകൾ ദൈവം കൊടുക്കുകയാ. ഒന്ന് ലോകത്തിന്റെ നന്മ, ലോകത്തിന്റെ കരുതൽ ദൈവം കൊടുത്തു. 2 ആമേൻ മാനുഷികമായ ഒരു കരുതല് സാരഫാത്തിലെ വിധവയുടെ വീട്ടിൽ നിന്ന് ലഭിക്കുകയാണ്. ആമേൻ സ്തോത്രം. ലോകത്തിന്റെ നന്മ തീർന്നു പോയപ്പോൾ അവൻ ഭാരപ്പെട്ടില്ല. ആമേൻ സാരഫാത്തിലെ നന്മയും താൽക്കാലികമായിരുന്നു. അത് നിലയ്ക്കുമ്പോഴും അവൻ ഭാരപ്പെട്ടില്ല. ആമേൻ ചില വെല്ലുവിളികൾ അവന്റെ ജീവിതത്തിൽ കണ്ടതുകൊണ്ട് അവൻ ആമേൻ മരുഭൂമിയിലേക്ക് അവൻ ഓടുകയാ. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാമതായി ദൈവത്തിന്റെ കരുതല് ദൈവത്തിന്റെ ദൂതനിലൂടെ ദൈവം പോഷിപ്പിക്കുവാനിടയാ. അതാണ് ദൈവീക കരുതല്. ഈ ലോകത്തിന്റെ ഉറവകൾ വറ്റുമ്പോൾ, ഇവിടുത്തെ സഹായകരങ്ങൾ ആമേൻ ആമേൻ നിലയ്ക്കുമ്പോൾ, ഇവിടെയുള്ളവർ കൈവലിക്കുമ്പോൾ, ഇവിടെയുള്ളവർ മുഖം മറച്ചു പോകുമ്പോൾ, ഇവിടെയുള്ളവർ ആമേൻ നിന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുമ്പോൾ, ആമേൻ ലോകത്തിന്റെ നന്മകളെല്ലാം താൽക്കാലികമാണ്. ആമേൻ ഇവിടെയുള്ളതെല്ലാം വറ്റിപ്പോകുന്ന ഉറവകളാണ്. എന്നാൽ
രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാ. ആമേ, കീഴുറവകള് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്കെതിരെ കീഴുറവകൾ അടഞ്ഞാൽ ഇന്ന് രാത്രി സ്വർഗം മേലുറവ തുറക്കുന്ന ദൈവമാ. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തത്, ആർക്കും മണ്ണിട്ട് നികത്തുവാൻ കഴിയാത്തത്, ആർക്കും കല്ലിട്ടടയ്ക്കുവാൻ കഴിയാത്ത, ആർക്കും അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ കഴിയാത്ത ചിലത് ആമേ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ആമേൻ ഒരുക്കുന്ന ഒരു അനുഭവമുണ്ട്. എലിയാവിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ നന്മ അനുഭവിക്കുവാനിടയാ. ആമേൻ, ഒന്നാമതായി ആരും പോകാത്ത വഴികളിലൂടെ ദൈവം അവനെ അയക്കുകയാണ്. ആമേൻ, ആ വഴികളിലൂടെ അവൻ യാത്ര ചെയ്ത് ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് എത്തപ്പെടുവാൻ തക്കവണ്ണമിടയായി. മറന്നു പോകരുത്, പ്രാർത്ഥിക്കുന്നവൻ ഒരു കയറിപ്പോക്കുണ്ട്, പ്രാർത്ഥിക്കുന്നവനൊരു ഉയർച്ചയുണ്ട്. ആമേൻ, അതാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്ന ഈ തിരുവചന ഭാഗം. മൂന്നാമതായി എലിയാവിന്റെ ജീവിതത്തില് ആമേൻ, തന്നോട് ദൈവം പറഞ്ഞു, എലിയാവേ, ആമേ സ്തോത്രം, നീ ചിലരെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം, ചില രാജാക്കന്മാരെ, ചില പുരോഹിതന്മാരെ, ചില പ്രവാചകന്മാരെ നീ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. എലിയാവ് ചിന്തിച്ചത്, എന്റെ വേല തീർന്നു, എന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചു. രാത്രി ഞാനൊരു ദൂത് പറയാം. വേലയ്ക്ക് വിളിച്ചത് ദൈവമെങ്കില് വിരാമമിടേണ്ടത് ഇസബേലല്ല. വിളിച്ചവൻ വിരാമമിടുവോളം എലിയാവേ, നീ ആമേ വിശ്വസ്തയോടെ നിന്റെ കാൽച്ചുവടുകൾ എടുത്തു വെച്ച് മുൻപിലേക്ക് പോയാൽ ആമേ സ്തോത്രം, ഇന്നലെ വരെ ചെയ്യാത്ത ശുശ്രൂഷ ആമേ നിന്റെ മുൻപിൽ നിനക്ക് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ആമേൻ, അവനോട് പറഞ്ഞു, ആമേ നീ ചിലരെ അഭിഷേകം ചെയ്യും, ചില രാജാക്കന്മാരെ. രാജകീയ അഭിഷേകത്തിന്റെ ശുശ്രൂഷ എലിയാവിന്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിക്കപ്പെടുകയാ. ഇന്നലെ വരെ ചെയ്തത് എന്ത് ശുശ്രൂഷയാ? അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്തോ. മഴ പെയ്യില്ല എന്ന് പറഞ്ഞു, മഴ പെയ്തില്ല. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മഴ പെയ്തോ. വിധവയുടെ വീട്ടിലെ മാവ് വർദ്ധിപ്പിച്ചു, എണ്ണ വർദ്ധിപ്പിച്ചു. അവളുടെ മകൻ മരണപ്പെട്ടു, അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ആമേ, പ്രാർത്ഥിച്ച് തീയിറക്കി. ആമേൻ, ഇതെല്ലാം ഒരു അത്ഭുതമാ, അത്ഭുതത്തിന്റെ ശുശ്രൂഷയാ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്നെ കൊണ്ട് ദൈവം അത്ഭുതത്തിന്റെ ശുശ്രൂഷ മാത്രമല്ല, ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്ക് ദൈവം നിന്നെ നിയോഗിക്കുകയാ. ഈ അവസ്ഥകളിലൂടെയാണ് ഏലിയാവിനെ ദൈവം എന്ത് ചെയ്തത്? ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണമിടയായത്. ആമേ സ്തോത്രം. ആരെല്ലാം അതിർവരമ്പുകൾ ഇട്ടാലും, ആരെല്ലാം നിന്നെ തടഞ്ഞാലും, ആരെല്ലാം നിന്നെ വാക്കുകൊണ്ട് ശാപങ്ങൾ ആമേൻ എഴുതു വിട്ടാലും, ആരെല്ലാം നിനക്ക് പരാജയമായി വന്നാലും, ആരെല്ലാം നിനക്ക് ആമേ സ്തോത്രം ആരോപണങ്ങൾ ഉന്നയിച്ച് നിനക്കെതിരായി വിരോധ കൽപ്പനകള്, നിയമരേഖകൾ എഴുതി, കള്ളക്കേസുകളും ആമേ പ്രതിസന്ധികളും കൊണ്ടുവന്ന് നിന്നെ താഴ്ത്തുവാൻ, താഴ്ത്തിക്കെട്ടുവാൻ, നിന്നെ പരാജയപ്പെടുത്തുവാൻ, കുടുംബത്തിനകത്ത് രക്തബന്ധങ്ങൾ, ആമേ സഹോദരങ്ങള്, കൂടപ്പിറപ്പുകള് ആമേ നിന്നെ തരം താഴ്ത്തുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ആമേ സ്തോത്രം, നിനക്ക് വേണ്ടി കാൽവറിയില് ആമേൻ അവസാനത്തുള്ള രക്തം വരെ വിലയായി തന്ന ലോകത്തിന്റെ രക്ഷകൻ, ഏക രക്ഷകനാകുന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രിയില് അനന്യനായ ദൈവം ആമേ നിനക്ക് വേണ്ടി വിധി പറയുക, നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുക. ആമേ, നിന്റെ വിഷയത്തിന് പരിഹാരകനാ ഇന്ന് രാത്രി എന്റെ കർത്താവ് ആമേൻ ഇന്ന് രാത്രി ഇതിന്റെ മുൻപിൽ വന്നിട്ടുണ്ട്, നിന്റെ മുൻപിൽ വന്നിട്ടുണ്ട്. നിന്റെ വീട്ടിനകത്ത് യേശു വന്നിട്ടുണ്ട്, നിന്റെ തലമുറയിൽ യേശു വന്നിട്ടുണ്ട്. ആമേൻ, നിന്റെ പ്രതിസന്ധിയിൽ യേശു വന്നിട്ടുണ്ട്. നിന്റെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ ഇന്ന് രാത്രി യേശു നിന്റെ മുൻപിലുണ്ട്. ആർക്കും നിന്നെ ആമേ കീഴടക്കുവാൻ കഴിയുകയില്ല, ആർക്കും നിന്നെ ആമേ തരം താഴ്ത്തുവാൻ കഴിയുകയില്ല. ആരെല്ലാം നിന്നെ വെറുത്താലും, ആരെല്ലാം നിന്നെ ഒറ്റപ്പെട്ടാലും, ഒരുപക്ഷെ കുടുംബത്തിനകത്ത് നീ ഒറ്റപ്പെട്ടോ, ആമേ സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ട, എനിക്ക് ആരുമില്ല, ആമേ സ്നേഹിച്ചവരല്ല ആമേ നിന്നെ വെറുത്തോ, ആമേ സഹായിച്ചവരല്ല ആമേ നിന്റെ ആമേ പോക്കറ്റ് കാലിയായപ്പോൾ, ആമേ നിന്നിലുള്ള നന്മ തീർന്നു പോയപ്പോൾ, ആമേൻ അവരെല്ലാം നിനക്ക് ശത്രുവായി തീർന്നെങ്കിലോ ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേ, ഇസബേൽ അല്ല നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്, ആ വിചാരങ്ങളല്ല നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്, ലോകമനുഷ്യനല്ല, ആമേ സാത്താന്യ ശക്തികളല്ല, ആമേൻ അന്ധകാര വ്യാപാരങ്ങളല്ല, ആ വിചാരത്തിന്റെ നൂലാമാലകളല്ല. ഇന്ന് രാത്രി നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ആമേൻ നാം സേവിക്കുന്ന ദൈവമാണ്. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. രാത്രി ഞാൻ ഓടിച്ചു പറഞ്ഞു വിടട്ടെ, നമ്മൾ വായിക്കുന്ന ലൂക്കോസ് 9:28 നമ്മൾ വായിക്കുന്നു, ആമേൻ, അവൻ പ്രാർത്ഥിക്കുവാൻ കയറിപ്പോയി. പ്രാർത്ഥിക്കുന്നവന് ഇന്ന് രാത്രി ഒരു കയറിപ്പോക്കുണ്ട്. ഞാൻ വേഗത്തിൽ ആ ഭാഗം മുൻപോട്ട് ചിന്തിക്കുവാനായി കർത്താവിൽ താല്പര്യപ്പെടുക. രണ്ടാമതായി നമ്മളവിടെ വായിക്കുന്നത്, അവിടെ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. സ്തോത്രം. രണ്ടാമതായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് ഉണ്ടാകേണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ, ആമേ സ്തോത്രം, പ്രാർത്ഥിക്കുന്നവന്റെ മുഖഭാവം എന്ത് ചെയ്തു? മാറി. അതിന്റെ അർത്ഥം നമ്മുടെ ഭാവം മാറണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ ഭാവം എന്ത് ചെയ്യണം? മാറേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. ആമേ, മുഖഭാവം മാത്രം മാറിയാൽ പോരാ,
ഹൃദയത്തിനും എന്ത് വരണം? മാറ്റം വരണം. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിലെ കർത്താവ് പറഞ്ഞത് ക്രിസ്തേശുവിലുള്ള ഭാവം നമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാ. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ ഭാവം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ആമേൻ. താഴ്മയുള്ളവനാണ് യേശു, സ്നേഹിക്കുന്നവനാണ്, ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ഒരു കർത്താവാണ്. അതാണ് യേശുവിന്റെ ഭാവം. അനുസരണമുള്ള യേശു, വിനയമുള്ള യേശു. അപ്പോൾ പ്രാർത്ഥിക്കുന്നവന് ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകണം. യേശു പോലും പ്രാർത്ഥിക്കുമ്പോൾ തന്റെ മുഖഭാവം എന്ത് ചെയ്തു? മാറി. മുഖഭാവം മാറണമെങ്കിൽ ഹൃദയത്തിൽ എന്ത് വരണം? മാറ്റങ്ങൾ ഉണ്ടാകണം. ഹൃദയം കൊണ്ട് ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം. സ്തോത്രം. വെറും വാക്കുകളോ ഭംഗിവാക്കുകളോ പറഞ്ഞ് മറ്റുള്ളവരെ സ്വാധീനിക്കുകയല്ല വേണ്ടത്. ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥിക്കുന്നവന്റെ മുഖഭാവം എന്ത് ചെയ്തു? ഇവിടെ മാറി. സ്തോത്രം. ഇന്നും ഭാവങ്ങളൊക്കെ മാറുന്നുണ്ട്. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ മതി ചിലരുടെ മുഖഭാവമൊക്കെ മാറുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ, ഉപവസിക്കുന്നവൻ വാടിയ മുഖം എന്ത് ചെയ്യരുത്? കാണിക്കരുത്. സ്തോത്രം. അതിന്റെ അർത്ഥം വാടിയ മുഖം ഇല്ലെന്നല്ല, വാടിയ മുഖമുണ്ട്, അത് കാണിക്കരുത്. സ്തോത്രം. ആമേൻ. അത് കാണിക്കാൻ പാടില്ല. സ്തോത്രം. ഹന്ന പ്രാർത്ഥിച്ചു. 1 ശമൂവേലിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹന്ന പ്രാർത്ഥിച്ച ഹന്നയെ കുറിച്ച് പറയുന്നത് അവൾ പ്രാർത്ഥിക്കാൻ വന്നത് വാടിയ മുഖത്തോടുകൂടെയാണ്. സ്തോത്രം. അവൾ ദൈവസന്നിധിയിൽ വന്നത് വാടിയ മുഖത്തോടുകൂടെയാണ്. ഹൃദയത്തിൻ്റെതായ പ്രതിഫലനമാണ്. ഹൃദയം എങ്ങനെയാണോ എന്നുള്ളതിന്റെ ഒരു തെളിവ്. നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്നറിയണമെങ്കിൽ മുഖത്ത് നോക്കിയാൽ മതി. ഹന്ന പ്രതിയോഗിയുടേതായ അവഗണനകള്, നിന്ദകള് അവൾ ഏറ്റുകൊണ്ട് മക്കളില്ലാത്ത ഹന്ന സ്തോത്രം. നോക്കുക, അവളുടെ സഹോദരി അവളെ മുഷിപ്പിക്കുകയാണ്, അവളെ നിരാശപ്പെടുത്തുകയാണ്, അവളെ തളർത്തുകയാണ്, കുത്തുവാക്ക് പറയുകയാണ്. മക്കളില്ല. സ്തോത്രം. നിന്റെ കുറവുകളെ കണ്ടുകൊണ്ട്, നിന്റെ കുറവ് പറഞ്ഞ് നിന്നെ താഴ്ത്തുന്ന, നിന്റെ കുറവ് പറഞ്ഞ് നിന്നെ അപമാനിക്കുന്ന, നിന്റെ കുറവ് പറഞ്ഞ് എന്തൊക്കെയോ നിനക്കെതിരെ എഴുതുവിടുന്ന, നിന്റെ കുറവ് പറഞ്ഞ് നിന്നെ മറ്റുള്ള മുമ്പിൽ തരം താഴ്ത്തുന്നവരുടെ മധ്യത്തില് സ്തോത്രം. ഇന്ന് രാത്രി നീ ഭാരപ്പെടണ്ട. ദൈവസന്നിധിയില് ദൈവസഭയിൽ മുഴങ്കാലമടക്കുക. ഹന്നയോട് ചോദിച്ച ഹന്ന പറയും, എന്റെ മുഖം പിന്നെ വാടുവാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. ആമേൻ. ഹന്നയുടെ ജീവിതത്തില് വളരെ നിന്ദകൾ കടന്നു വന്നു. ആമേൻ. അവളുടെ കുറവ് എന്താ? മക്കളില്ല എന്നുള്ളൊരു കുറവ്. സ്തോത്രം. പണമില്ലാത്ത കുറവ്, മക്കളില്ല എന്ന കുറവ്, മറ്റു പല കുറവുകൾ, വിദ്യാഭ്യാസമില്ലാത്തവൻ എന്ന ഒരു കുറവ്, രോഗിയായ അവസ്ഥയിലൂടെ നിന്റെ ജീവിതത്തില് അതും ഒരു കുറവാണ്. നമുക്കറിയാം, ബൈബിളിലെ 18 സംവത്സരം ഒരു മാതാവ് കൂന് ബാധിച്ചിരുന്നു. ആ സഹോദരിയെ ബൈബിളിനകത്ത് പേര് പറഞ്ഞല്ല അറിയപ്പെടുന്നത്, അവളുടെ കുറവ് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് കൂനിയായ സ്ത്രീ. സ്തോത്രം. കൂനി എന്ന് പറഞ്ഞാൽ അവളുടെ പേരല്ല, അവളുടെ കുറവാണ്. ഇന്ന് രാത്രിയില് ഞാൻ ആത്മാവ് നിങ്ങളോട് പറയാം, നിന്നെ കുറവ് പറഞ്ഞ് പലരും കുറയ്ക്കാൻ നോക്കുമ്പോൾ അതിന്റെ നടുവിൽ മുഴങ്കാലുകളെ മടക്കിയാൽ നിന്റെ മുഖഭാവം മാറ്റുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. നിന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ആ യേശു കാല് ചവിട്ടിയിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയില്? വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ട് ഈ രാത്രി ദൈവം നിനക്ക് സ്ഥിതി മാറ്റുന്ന ദൈവം. നിന്റെ മുഖഭാവത്തെ മാറ്റുക, നിന്റെ ഹൃദയഭാരത്തെ മാറ്റുക, നിന്റെ വേദനകളെ മാറ്റുക. നീ അനുഭവിക്കുന്ന നിന്ദകള്, നീ അനുഭവിക്കുന്ന അപമാനങ്ങള് ഒന്നിനു പുറകെ ഒന്നായി ശത്രു ശര അമ്പുകൾ എഴുതുവിടുന്നത് പോലെ കുത്തുവാക്കുകളും അപമാനങ്ങളും നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു ഹന്ന ഹൃദയം ഭാരത്തോട്, മുഷിഞ്ഞ ഹൃദയത്തോട്, വ്യസനമുള്ള ഹൃദയത്തോട്, ഭാരമുള്ള ഹൃദയത്തോട് അവൾ യഹോവയുടെ സന്നിധിയിൽ വന്നു. വാടിയ മുഖത്തോടെയാണ് അവൾ കടന്നു വന്നത്. എന്നാൽ അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അവളുടെ മുഖം പിന്നെ വാടുവാൻ ദൈവം അനുവദിച്ചില്ല. പ്രാർത്ഥിക്കുന്നവന്റെ മുഖം വാടാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇവിടെ യേശു പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ മുഖഭാവം മാറുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. തേജസ് കൊണ്ട് നിറയപ്പെടുകയാണ്. കരിവാളിപ്പുകൾ മാറി. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ മുഖത്തിന്റെ കരിവാളിപ്പുകൾ മാറട്ടെ. നിന്റെ മുഖത്തിന്റെ ദുഃഖഭാവം മാറട്ടെ. ചിരിച്ചിട്ട് നാളെത്രയാ, മറ്റുള്ളവരുമായി സന്തോഷിച്ചിട്ട് കാലമെത്രയാ, എന്നും വേദന, എന്നും നിരാശ. എത്ര തന്നെ ജീവിതത്തിൽ സന്തോഷിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ദുഃഖത്തിന്റെ ഭാണ്ഡവും പേറിക്കൊണ്ട്
കൊണ്ട് ആമേ ജീവിതത്തിന്റെ നാളുകൾ തള്ളി നീക്കുന്ന ആമേ ഇന്ന് രാത്രി തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അതിനൊരു പരിഹാരമുണ്ട്, അതിനൊരു പോംവഴിയുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്ക, യേശുവിനെ രക്ഷകനായി സ്വീകരിക്ക. ആമേൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല, ആമേൻ. ഒരുത്തനിലും രക്ഷയില്ല, ഒരാൾ ദൈവങ്ങളിലും രക്ഷയില്ല, ആമേൻ. ഒരു വിഗ്രഹങ്ങളിലും രക്ഷയില്ല. രക്ഷിപ്പാൻ കഴിയുന്ന ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമമാണ്. ആ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ നീ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുന്നു എങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയാ, ആമേൻ. നിന്റെ മുഖഭാവം മാറും, നിന്റെ ഹൃദയത്തിന്റെ ഭാവത്തിന് ദൈവം ആമേൻ മാറ്റം വരുത്തുവാൻ തക്കവണ്ണമിടയാകും. മുഷിഞ്ഞ ഹൃദയത്തോട്, ആമേൻ, വാടിയ മുഖത്തോട്, ആമേൻ, ആ സഹോദരി ഹന്ന ആലയത്തിനകത്ത് മുട്ടുമടക്കുവാനിടയാ. ദൈവം അവൾക്ക് ആമേൻ വിടുതൽ കൊടുത്തോ, ദൈവം അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ആമേൻ. 1 ശമൂവേൽ 2 ആമേൻ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് ഹന്ന പറയുന്ന ഒരു ഭാഗമുണ്ട്. യഹോവയാൽ ആമേ സ്തോത്രം, ആമേൻ, എന്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ഹൃദയം സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്ന ഒരു ഹൃദയം ദൈവം അവൾക്ക് കൊടുക്കുവാനിടയാ. ഇന്ന് രാത്രി ഞാൻ പറയാം, ദുഃഖം മാറ്റുന്നൊരു ദൈവമുണ്ട്, വിലാപങ്ങളെ മാറ്റുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീരും കഷ്ടതകളും ഒന്നിനു പുറകെ ഒന്നായി ആമേ ജീവിതത്തിൻ്റെതായ ആമേ നല്ല അന്തരീക്ഷങ്ങളെ കലക്കിമറിക്കുമ്പോൾ ഇന്ന് രാത്രി യേശുവിനോട് പറ, നിന്റെ വിഷയത്തെ കർത്താവിനോട് ഇന്ന് രാത്രി ഏൽപ്പിച്ചുകൊട്. ആമേൻ. ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മറുപടി പറയുന്ന രാത്രിയായി തീരുകയാണ്. സ്തോത്രം. അപ്പോൾ ഹന്ന ആമേൻ വാടിയ മുഖത്തോടെയാണ് ദൈവസന്നിധിയിൽ വന്നത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്തിന്റെ ഭാവം മാറുവാൻ തക്കവണ്ണമിടയായി. മോശ ആമേ സ്തോത്രം ദൈവത്തോട് കൂടെ വസിച്ചു. ഹല്ലേലൂയ. 40 ദിവസം മോശ ദൈവത്തോട് കൂടെ വസിച്ച് ഇറങ്ങി വരുമ്പോൾ ആമേ തന്റെ സഹോദരൻ അഹരോൻ പറയുകയാണ്, മോശേ, നിന്റെ മുഖത്ത് മൂടുപടമിട്, ആമേ, ഞങ്ങൾക്ക് നോക്കുവാനായി കഴിയുന്നില്ല, നിന്റെ ത്വക്കുകൾ പ്രകാശിക്കുകയാണ്, നിന്റെ മുഖത്ത് ഞങ്ങൾക്ക് നോക്കുവാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രിയിൽ ആമേ മുഖം പ്രകാശിക്കണമോ? ആമേൻ. ആമേൻ. മോശയെ പോലെ കർത്താവുമായൊരു ആമേൻ കൂടിക്കാഴ്ച, കർത്താവുമായൊരു കൂട്ടായ്മ, ദൈവത്തോട് കൂടെ വസിച്ചു. അതാണ് ഉപവാസം. ഹല്ലേലൂയ. ആമേൻ. അതിനാണ് ഉപവാസം. ആമേ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ മോശ 40 ദിവസം ദൈവത്തോട് കൂടെ വസിച്ച് ഇറങ്ങി വരുമ്പോൾ ആമേ മോശയുടെ ശരീരം പ്രകാശമായി ദൈവ തേജസ് അവന് വെളിപ്പെടുവാനിടയായി. സ്തോത്രം. മോശ ദൈവഭാഗത്ത് വന്ന് ദൈവവിളി കേൾക്കുമ്പോൾ ആമേൻ മോശ ആമേൻ കണ്ട തേജസ് എന്ന് പറഞ്ഞാൽ മുൾപ്പടർപ്പിൽ കത്തുന്ന തീയ. സ്തോത്രം. മുൾപ്പടർപ്പിൽ കത്തുന്ന തീയ കണ്ടത്. എന്നിട്ട് അവിടുന്ന് വേലയ്ക്ക് സമർപ്പിച്ച് മിസ്രൈമിൽ ചെന്ന ജനത്തെയും കൊണ്ട് മടങ്ങി വരുമ്പോൾ ആമേ പിന്നെ മോശ കണ്ടത് ആമേ സീനായി മലയിൽ ആ ദൈവ തേജസ് ഇറങ്ങി പർവ്വതം കത്തുന്നതാണ്, അല്ലെങ്കിൽ ആ പർവ്വതത്തിലെ ദൈവ തേജസ്സാണ് മോശ കാണുവാനിടയായത്. സ്തോത്രം. ഒന്നാമതായി ഉൾപ്പടർപ്പിൽ ആ തേജസ് ആമേൻ ആ ഭാവം വെളിപ്പെട്ടു. രണ്ടാമതായി ആ പർവ്വതത്തിൽ അത് വെളിപ്പെട്ടു. മൂന്നാമതായി ദൈവത്തോടു കൂടെ വാസം ചെയ്ത മോശ ഇറങ്ങി വരുമ്പോൾ ആമേ മുൾപ്പടർപ്പിൽ കത്തിയെത്തി, ആമേ സ്തോത്രം, പർവ്വതത്തിൽ കത്തിയെത്തി. ആമേൻ എന്ത് ചെയ്തു? മോശയുടെ മേൽ കത്തുവാൻ തക്കവണ്ണമിടയാ. ഹല്ലേലൂയ. അവൻ തേജസ്സുള്ളവനായി മാറി. അപ്പോൾ ഒന്ന് ആമേൻ ആമേൻ നമ്മളുടെ മുഖഭാവം മാറണമെങ്കിൽ, ഭാവത്തിന് മാറ്റം വരണമെങ്കിൽ, ഹൃദയഭാരം മാറണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന ഹന്നയെ പോലെയായി തീരണം, യേശുവിനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. ആമേ രണ്ട് ആമേ മോശയെ പോലെ കർത്താവിനോട് കൂടെ വസിച്ച് ആ ഉപവാസത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്നവരായിരിക്കണം. ഇനി ആമേ ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ മുഖഭാവം വാടിയ മുഖമെങ്കിൽ ആമേ സ്തോത്രം, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ ആത്മീക ജീവിതം ശരിയല്ല. ഹല്ലേലൂയ. നീ ദൈവത്തെ സേവിക്കുന്നത് ശരിയല്ല, നിന്റെ ആത്മീക ജീവിതം എങ്ങോ മാറിപ്പോയി. അതുകൊണ്ട് ആ കയ്യിനോട് ദൈവം പറഞ്ഞത്, നീ നന്മ ചെയ്തിരുന്നു എങ്കിൽ ആമേ നിന്നിൽ ദൈവം എന്ത് ചെയ്യുമായിരുന്നു? പ്രസാദിക്കുമായിരുന്നു. കയ്യിനെ നിന്റെ മുഖം വാടുന്നത് എന്തിന്? ആരാധനയിൽ മുഖം വാടിയ കയ്യിൽ, പ്രാർത്ഥനയിൽ മുഖം വാടുന്നവരുണ്ട്, ആരാധനയ്ക്ക് വരുമ്പോൾ മുഖം വാടി പോകുന്നവരുണ്ട്, ആരാധന കഴിഞ്ഞ് മുഖവും വാടിക്കൊണ്ട് പോകുന്നവരുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ആമേ സ്തോത്രം, ആരാധന ശരിയാകണം. ആരാധിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആമേൻ. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനൊത്തവണ്ണം അല്ല ദൈവത്തെ സേവിക്കേണ്ടത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം, ആമേൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ആമേൻ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി
സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സേവിച്ചാൽ, നന്മ ചെയ്താൽ, വ്യവസ്ഥയോടെ ദൈവത്തെ ആരാധിച്ചാൽ നമ്മുടെ മുഖം വാടാൻ ദൈവം അനുവദിക്കുകയില്ല. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ മുഖഭാവം എന്ത് ചെയ്തോ? മാറി. സ്തോത്രം. അടുത്ത് നമ്മൾ വായിക്കുന്നത് അവിടെയും തീരുന്നില്ല, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി മാറി. സ്തോത്രം. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞു മുഖഭാവം മാറി. മുഖഭാവം മാറണമെങ്കിൽ ഹൃദയത്തിന് മാറ്റം വരണം. സ്തോത്രം. ഹൃദയത്തിനകത്തുള്ള അഹങ്കാരം മാറണം, ഹൃദയത്തിനകത്തുള്ള നിഗളം മാറണം, ഹൃദയത്തിനകത്തുള്ള ഉന്നത ഭാവം മാറണം. ആമേൻ. ആർക്കും കീഴ്പ്പെടാത്ത, ആരെയും സ്നേഹിക്കാത്ത ആ ഇരുണ്ട ഹൃദയം മാറണം. എന്നാൽ മാത്രമേ മുഖത്തിന് പ്രകാശമുണ്ടാകൂ. അതൊരു ആന്തരികമായ ഒരു രൂപാന്തരമാണ് ഈ മുഖഭാവം മാറി എന്നുള്ളത് കാണിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ വായിക്കുന്നത് ഉടുപ്പ് മിന്നുന്ന വെള്ളയായി. ആമേൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ആമേൻ സ്തോത്രം, ആന്തരിക മാറ്റം മാത്രമല്ല പുറമെയും ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ഉടുപ്പ് മിന്നുന്ന വെള്ളയായി ശരീരത്തിനും ആമേൻ എന്ത് വന്നു? മാറ്റം വന്നു. സ്തോത്രം. ഉടുപ്പ് മാത്രം മിന്നിയാൽ പോരാ, ആമേ ഭാവം കൂടെ മാറണം, സ്വഭാവം കൂടെ മാറണം. സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ ഞാൻ നിങ്ങളോട് അത് ഓർപ്പിക്കുകയാണ്, മറന്നു പോകരുത്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ചിലർ പറയാറുണ്ട്, സ്തോത്രം, ആമേൻ, പുറമെയൊക്കെ ഇങ്ങനെയാ, കുഴപ്പമില്ല, അഹം മാത്രമാ ദൈവം നോക്കുന്നതല്ല. ദൈവത്തെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിന് ആന്തരിക മാറ്റവും ഉണ്ടാകണം, ബാഹ്യമായ മാറ്റവും ഉണ്ടാകണം. അകത്തും പുറത്തും ആത്മാവിന്റെയും ജഡത്തിന്റെയും കന്മഷങ്ങളെ മാറണം. എന്നാൽ മാത്രമേ ആമേ നമുക്ക് വിശുദ്ധിയെ തികയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആകയാൽ ആമേ സ്തോത്രം, ഇവിടെ ആമേ കർത്താവിന്റെ ആമേൻ വസ്ത്രം, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും മാറി. സ്തോത്രം. ആമേൻ. നോക്കുക, ഉൽപ്പത്തിയില് ആമേൻ മനുഷ്യൻ ദൈവ തേജസ്സിന്റെ വസ്ത്രത്തെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തുവാനിടയായി. സ്തോത്രം. ഏതിനെ നഷ്ടപ്പെടുത്തിയതിന് ആമേൻ അതിന് പകരമായി അതിനെ തേജസ്സുള്ളതാക്കി മാറ്റുവാൻ ആമേ യേശു കർത്താവ് എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഉടുപ്പ് നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. ഉടുപ്പ് മലിനമാക്കരുത്. ആത്മീക വസ്ത്രം, ആത്മീകമായ ആ രക്ഷയുടെ വസ്ത്രം, ആ കൃപാവരത്തിന്റെ വസ്ത്രം, ആ തേജസ്സിന്റെ വസ്ത്രം, അതിനെ കറ പിടിപ്പിക്കരുത്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആമേൻ, അവർ പണി ചെയ്യുമ്പോഴും അവര് ഉടുപ്പ് മാറിയില്ല എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് ആമേൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, ഉടുപ്പ് മാറരുത്. ആമേൻ സ്തോത്രം. വെളിപ്പാട് 3:4 വായിക്കുന്നത് ആമേൻ ഉടുപ്പ് മലിനമാക്കരുത് എന്ന്. ആമേൻ സ്തോത്രം. വെളിപ്പാട് 16:15 വായിക്കുമ്പോൾ ആമേൻ അവിടെ വായിക്കുന്നത് ഉടുപ്പ് സൂക്ഷിക്കണമെന്നുള്ളതാണ്. സ്തോത്രം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആമേൻ ആ വിശുദ്ധ ജീവിതം, വിശുദ്ധിയുടെ വസ്ത്രം, ആ രക്ഷയുടെ വസ്ത്രം, ആ സ്തുതിയുടെ വസ്ത്രം, ആ തേജസ്സിന്റെ വസ്ത്രം ഒരിക്കലും നമ്മൾ എന്ത് കറ പിടിപ്പിക്കരുത്. സ്തോത്രം. ലോകത്തിന്റെ മാലിന്യങ്ങൾ അതിൽ ആമേൻ വരരുത്. മാലിന്യങ്ങൾ നമ്മൾ വിട്ട് ആമേൻ ഓടുന്നവരായിരിക്കണമെന്ന് ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആമേൻ സ്തോത്രം, പ്രാർത്ഥിക്കുന്നവന് ഒരു കയറിപ്പോക്കുണ്ട്, പ്രാർത്ഥിക്കുന്നവന് ആന്തരികമായ ഒരു മാറ്റമുണ്ട്, പ്രാർത്ഥിക്കുന്നവന് പുറമെ അവന്റെ ശരീരത്തിന് എന്തുണ്ട്? ഒരു മാറ്റമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഒടുവിലായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ആമേ സ്തോത്രം. ആമേൻ. മിന്നുന്ന വെള്ളയായി തീർന്നു കഴിഞ്ഞപ്പോൾ, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു കഴിഞ്ഞപ്പോൾ 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. ഹല്ലേലൂയ. ആമേ സ്തോത്രം. നോക്കുക, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗം ആളെ ഇറക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇത് അടുത്ത പട്ടണത്തിൽ നിന്ന് വന്നതല്ല. ആമേ സ്വർഗത്തിൽ നിന്ന് ദൈവം ആമേ 2 പേർ എന്ത് ചെയ്യുകയാണ്? ആമേൻ അയക്കുകയാണ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആമേൻ. നോക്കുക, അത് മോശയാണ്, ഏലിയാവാണ് എന്നത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. നോക്കുക, ആമേ സ്വർഗത്തിൽ നിന്ന് ദൈവം ആളെ ഇറക്കുകയാ. പ്രാർത്ഥിക്കുന്നവന് ആശ്വാസമായി, പ്രാർത്ഥിക്കുന്നവനോട് സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുന്നവനോട് ആമേ ഇടപെടുവാൻ, ആമേ പ്രാർത്ഥിക്കുന്നവനോട് ചിലത് അറിയിക്കുവാൻ, ആമേ ചിലത് സംഭാഷിക്കുവാൻ, ആമേ ചിലത് പറയാൻ ദൈവത്തിനുണ്ട്. അത് കേൾക്കുവാനുള്ള കാത് നമുക്കുണ്ടോ?
ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആമേൻ, ഇവിടെ യേശുവിനോട് സംസാരിക്കുവാൻ ആമേ മോശയെയും ഏലിയാവിനെയും ആമേ ദൈവം അയച്ചു എങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആമേ, നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ആമേ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയക്കുവാനിടയാകും. ഹല്ലേലൂയ. നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ധൈര്യപ്പെടുത്തുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് തന്റെ ദൂതന്മാരെ അയക്കും. ചിലർ പറയാറുണ്ട്, പാസ്റ്റർ ഞാൻ ഒറ്റയ്ക്കാ, ആമേൻ, എന്റെ ജീവിതം ഒറ്റയ്ക്കാ, പ്രാർത്ഥിക്കാൻ എന്റെ കുടുംബത്തിൽ ആരും എന്നോട് സഹകരിക്കാറില്ല. ആമേ സ്തോത്രം. ആമേ, ചിലരോടൊന്നും പ്രാർത്ഥിക്കാൻ ഒക്കുകയുമില്ല. അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഇന്ന് രാത്രി ഈ വചനത്തോട് ചേർന്ന് പറയാം, നീ ഒറ്റപ്പെട്ടെന്ന് തോന്നാം, നീ പ്രാർത്ഥിക്കാൻ കൂടെ ആളില്ല എന്ന് തോന്നാം. ആമേ സ്തോത്രം. ഇന്ന് രാത്രി വിശ്വാസ ജീവിതം ഒറ്റയ്ക്കെന്ന് തോന്നാം. ആമേ സ്തോത്രം. ആമേ, മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് ഈ സത്യവിശ്വാസത്തിലേക്ക് വന്നതാ പാസ്റ്ററെ, അക്രൈസ്തവനായിട്ട് ജീവിച്ച ഞാൻ ഒറ്റയ്ക്കായി ഈ വിശ്വാസത്തിൽ. ഇന്ന് രാത്രി നീ ഭാരപ്പെടണ്ട. ആമേ, കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ആമേ മറ്റ് സമുദായക്കാരും ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ആശ്വസിപ്പിക്കുവാൻ, ആമേ നിനക്ക് മറുപടി തരുവാൻ, നിന്നോട് സംസാരിക്കുവാൻ ആമേ സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ ചിലരെ ദൈവം നിന്റെ അടുക്കലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേ, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്നോട് മനസ്സിൽ ഇന്നൊരു ദൈവമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എവിടെ ഇരുന്ന്? എന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന്. സ്വർഗം തന്റെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. ആ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ കരയുന്നത്. ആ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒറ്റയ്ക്കാണോ? ആമേ, കൂടെ വന്നവരെവിടെ? അവർ ഉറങ്ങുകയാ. കൂടെ വന്നവരെവിടെ? അവർ വിശ്രമിക്കുകയാ. ഹല്ലേലൂയ. കൂടെ വിശ്വാസത്തിൽ വന്നവരെ കാണുന്നില്ല, കൂടെ ഇറങ്ങിയവരെ കാണുന്നില്ല, ഒറ്റക്കെട്ടായി നിന്നവരെ കാണുന്നില്ല. ഒരു സമയത്ത് ആമേ എന്തിനും ഏതിനും കൂടെ ഉണ്ടായിരുന്ന ആത്മീകരെ കാണുന്നില്ല. ആമേ, പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ ദൈവദാസന്മാരെ കാണുന്നില്ല. ഇന്ന് രാത്രി ആരും നിന്റെ കൂടെയില്ല, നിന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുവാൻ ആരുമില്ല. നീ ഒറ്റപ്പെട്ടവനാ. വിശ്വാസത്തിൽ നീ ഒറ്റപ്പെട്ടോ, ആത്മീക ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടോ, കുടുംബ ജീവിതത്തിനകത്ത് നീ ഒറ്റപ്പെട്ടോ, ആമേ സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ടോ, ആമേ സഭയ്ക്കകത്ത് പോലെ, എന്തിനേറെ ആമേ ദൈവസഭയ്ക്കകത്ത് പോലും നീ ഒറ്റപ്പെട്ടവനെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ആമേ സ്തോത്രം മറുപടി പറയാ. നിനക്ക് വേണ്ടി മറുപടിയുമാ, നിനക്ക് വേണ്ടി ആമേ സംഭാഷിക്കുക, നിന്നോട് ചില ദൂത് പറയാ, ആമേ ചില ഉപദേശങ്ങൾ തരുവാ, ആമേ ചില വെളിപ്പാടുകൾ തരുവാ, ആമേ ചില ദർശനങ്ങൾ തരുവാ. ഇന്ന് രാത്രി നിന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക. ആമേ സ്വർഗത്തിൽ ദൈവം തന്റെ ആമേ ദൂതന്മാരെ നിനക്ക് വേണ്ടി അയക്കുന്ന രാത്രി കാലമാണ്. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ആമേ ചുരുക്കുവാനായി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രി സ്വർഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാ. ദൈവം നമ്മോട് മറുപടി പറയുന്ന രാത്രി കാലമാണ്. ഹല്ലേലൂയ. ആമേ, ഇത്രയും ആയിക്കഴിഞ്ഞപ്പോൾ ഈ 3 പേര് ശിഷ്യന്മാര് ചാടി എഴുന്നേൽക്കുകയാ. ആമേ സന്തോഷിപ്പിച്ചൊരു കാര്യം, ഇവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടും വന്നവരെ മനസ്സിലായി എന്നുള്ളതാണ്. സ്തോത്രം. ദൈവത്തിന്റെ തേജസ് അവരെ കണ്ടു, വന്നവരെ അവർ കണ്ടു, അവർ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ അല്പം ഒന്ന് കണ്ണടച്ചു പോയാൽ ആമേ കാണുന്നതൊക്കെ പലതുമാ. സ്തോത്രം. ആമേൻ, ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആമേ സ്തോത്രം, അവർ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് അവർ ഉറങ്ങിയത് ശരിയാ. അവിടെ ആത്മീക ജീവിതം വിട്ടുള്ള ഒരു ഉറക്കം അവർക്കില്ല. ഇന്ന് രാത്രി ആമേൻ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള കാഴ്ചപ്പാട് നിനക്കുണ്ടോ? ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ, ദൈവദാസന്മാരെ അറിയേണ്ടതുപോലെ അറിയുവാൻ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ഇന്ന് രാത്രി നീ തയ്യാറാണോ? യേശു നിന്റെ കൂടെയുണ്ട്. അഗ്നിയിൽ 4-ാമനായി ഇറങ്ങി വന്നവർ, ആമേ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ആമേൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി ഇറങ്ങി വന്നവർ, പത്മോസ് എന്ന ഏകാന്തതയുടെ ആമേൻ നടുവില് വെളിപ്പാടുമായി ഇറങ്ങി വന്ന ആ കർത്താവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മറുപടിയുമായി ഇറങ്ങി വരുന്നവനാണ്. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തിയവരെ രക്ഷിക്കുന്ന ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലുണ്ട്. നിന്റെ വീട്ടിനകത്ത്, നിന്റെ റൂമിനകത്ത്, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ തലമുറയില്, നിന്റെ ബിസിനസ് മേഖലയില്, നിന്റെ ആത്മീക ജീവിതത്തിനകത്ത്, ഏത് മേഖലകളിലും ഇന്ന് രാത്രിയില് ആമേ സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി നാം ചിന്തിച്ച തിരുവചനം മറന്നു പോകരുത്. പ്രാർത്ഥിക്കുന്നവനുണ്ടാകേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രാർത്ഥിക്കുന്നവനൊരു കയറിപ്പോക്കുണ്ടാകണം. എന്നും താഴ്ചയിൽ, എന്നും അധമനായി കിടക്കുവാനല്ല, ആമേൻ ഉത്തമനായി തീരുവാൻ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായി. 2, ആമേ യേശുവിന്റെ മുഖഭാവം മാറി. ആന്തരികമായി ഹൃദയത്തിന് മാറ്റം വരുമ്പോഴാണ് മുഖത്ത് മാറ്റം കാണുന്നത്. ആന്തരികമായ ഒരു മാറ്റമുണ്ടായി. സ്തോത്രം. ഒരു രൂപാന്തരം, ഒരു പരിവർത്തനമുണ്ടായി. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ ചിന്തിച്ചു
യേശുവിന്റെ വസ്ത്രം മിന്നുന്ന വെള്ളയായി മാറി. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പുറമേ ഒരു രൂപാന്തരം, ഒരു മാറ്റം വരികയാണ്. സ്തോത്രം. അടുത്തതായി നമ്മൾ ചിന്തിച്ചു, ആമേൻ, പ്രാർത്ഥിക്കുന്നവനോട് സംസാരിക്കുവാൻ ചില ദൂതുമായി, ചില സന്ദേശവുമായി ആമേൻ ഏലിയാവിനെ മോശയും ദൈവം അയക്കുകയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവന് ചില സന്ദേശവുമായി, ചില ദൂതുമായി ഇന്ന് രാത്രിയിൽ ദൈവം തന്റെ ദൂതനെ അയക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം, ആമേൻ, സ്തോത്രം, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ആമേ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേ പാപത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. പാപത്തെ വിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാം. നിന്റെ പാപം ആമേൻ എത്ര കടുംചുവപ്പായാൽ അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ, ആമേ രക്താംബരം പോലെ ആയിരുന്നാൽ അത് വെണ്മയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. യേശുവിന്റെ രക്തം ഇന്ന് രാത്രി സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. യേശു വന്നത്, യേശു ക്രൂശിക്കപ്പെട്ടത്, യേശു ഉയർത്തെഴുന്നേറ്റത് ആമേ ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ആമേ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, ആമേ സകല ഗോത്രങ്ങൾക്ക്, സകല ഭാഷക്കാർക്ക്, സകല ജാതികൾക്കും വേണ്ടി ആമേൻ ആമേൻ ഇന്ന് രാത്രി യേശു ആമേ രക്ഷകനായിട്ടുണ്ട്. ഹല്ലേലൂയ. സകല ഭൂസിമവാസികളുമായുള്ളവരെ അവങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവേ. ആമേൻ. നീ ചെയ്തതായതെല്ലാം പരാജയപ്പെട്ടോ, ഇറങ്ങിയ വഴികളെല്ലാം പരാജയപ്പെട്ടോ, പണച്ചെലവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കാര്യസാധ്യത ഉണ്ടായില്ല, വിഷയത്തിന് വിടുതൽ ഉണ്ടായില്ല, കുഞ്ഞുങ്ങൾക്ക് വിടുതൽ ഉണ്ടായില്ല, വീട്ടിനകത്ത് വിടുതൽ ഉണ്ടായില്ല എന്ന് ആമേൻ നിരാശയോടെ ഇന്ന് രാത്രി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്ക്. അവനത്രേ നിന്റെ രക്ഷകൻ, അവനത്രേ നിന്റെ വീണ്ടെടുപ്പുകാരൻ. ആമേൻ. ആ കർത്താവത്രേ നിന്നെ ആമേൻ പാപത്തിൽ നിന്ന് ആമേൻ വീണ്ടെടുക്കുന്നവൻ, പാപത്തിൽ നിന്നെ വിലക്ക് വാങ്ങിയവൻ, പാപത്തിന്റെ ശമ്പളം എന്ന മരണം ആമേ സ്വയം ഏറ്റുകൊണ്ട് നിന്നെ നിത്യതയ്ക്ക് വേണ്ടി ആമേ വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചനങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെട്ടത് ആമേ ശ്രവിച്ച എല്ലാവരുടെ മേലും ദൈവകൃപ പകരണമേ. ഈ വചനം ഇനി കേൾക്കുവാനിരിക്കുന്നവരുണ്ട്, അവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണം. ആരെങ്കിലും ഭാരത്തോട്, വേദനയോട്, മാറാരോഗം, മാറാത്ത വേദന, തീരാത്ത ആമേ ദോഷങ്ങളോടുകൂടെ ആരെങ്കിലും ഇന്ന് രാത്രി ആയിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ ആണിപ്പാടുള്ള കരം ദൈവം അവിടുന്ന് വയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിലുള്ള സൗഖ്യം, വിടുതലും ആശ്വാസവും ആമേ പാപക്ഷമയും പാപമോചനവും ആമേ രോഗസൗഖ്യം അതിനോട് കൂടെ ദൈവം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടഭാരം അനുഭവിക്കുന്നവരുണ്ട്, നിരാശപ്പെടുന്നവരുണ്ട്, ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രിയിൽ ആമേ ജീവിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരണം. ആമേ കർത്താവ് രക്ഷിപ്പാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ ജനം തിരിച്ചറിയേണ്ടതിനാ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എക്സോഡക്സ് എന്ന മീഡിയ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ദൈവദാസനെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച പിതാപുത്ര പരിശുദ്ധനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരവിനായി ഒരുക്കണം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപ തോന്നി കേൾക്കണം നല്ല കർത്താവേ. ആമേൻ. ആമേൻ. ഇത്രയും സമയം ദൈവവചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമേൻ, ഈ വചനം കേൾക്കുവാനിരിക്കുന്നവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള നന്ദി വന്ദനം അറിയിച്ചുകൊണ്ട് ആമേൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.